കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായില്ലേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ബർഗർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബർഗർ ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ലീഫ് വേണം. ഐസ്ബർഗ് ലെറ്റ്യൂസാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് വലിപ്പമില്ല. അതുപോലെ തന്നെ ഒരു ഒണിയനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ പാറ്റീസ് വേണം, ബർഗർ പാറ്റീസ്. അത് നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ മയോണീസ്, വെജ് മയോണീസ് ആണ്. പിന്നെ ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബർഗർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ ഇതേ ബർഗർ ഉണ്ടാക്കുന്ന ഈ ബണ്ണ് നമുക്ക് ബർഗർ ബണ്ണായിട്ട് തന്നെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ സാധാരണ ബണ്ണ് എടുത്താൽ മതി. എന്നാലൊരു ലുക്ക് വേണമെങ്കിൽ നമ്മൾ ബർഗർ ബണ്ണ് തന്നെ എടുക്കണം അല്ലേ. അപ്പോൾ ബർഗർ ബണ്ണ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാറ്റീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ വേണമെങ്കിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ട് തിരിച്ച് മറിച്ചിട്ട് എടുത്താൽ മതി. ഓൾറെഡി മാഷ് ചെയ്ത ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ബീഫ് വെച്ചിട്ടുണ്ടാകും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇത് കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗറിന് വേണ്ടിയിട്ടുള്ള ബണ്ണ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബണ്ണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കത്തി വെച്ചിട്ട് ബണ്ണ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്കി എടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് പൊടിഞ്ഞു പോവാതെ നമ്മുടെ ബണ്ണ് കട്ട് ചെയ്ത് കിട്ടും. ഇതുപോലെ ഞാൻ തന്നെ 2-3 പ്രാവശ്യം ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ബണ്ണും തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെജ് മയോണൈസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ബർഗറിനൊക്കെ ഈ ഒരു മയോണൈസാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വേണേൽ മിക്സ് ചെയ്യാൻ, ഞാനിവിടെ മിക്സ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതുപോലെ എല്ലാ ബണ്ണിൻ്റെ മുകളിൽ വശത്തും 2 പീസിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഐസ്ബർഗ് ലീഫ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ലീഫിന് പ്രത്യേക ടേസ്റ്റാണ്, മയോണൈസ് കൂടെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ അതുകൂടെ നല്ലൊരു ഭംഗിയിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ബർഗർ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ, നമുക്കത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ലീഫ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൗണ്ട് പീസായിട്ട് കട്ട് ചെയ്ത 2 ടൊമാറ്റോ കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഒനിയൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊക്കെ ഇല്ലേ ഇച്ചിരി വലിയ ടൊമാറ്റോയും ഒനിയനൊക്കെ കുറച്ച് വലിയത് എടുക്കണം. പിന്നെ സ്ലൈസ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇവണായിട്ട് തന്നെ കട്ട് ചെയ്യണം. അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പാറ്റീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പീസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചീസിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് സ്ലൈസും ഇതുപോലെ എടുത്തിട്ട് നമുക്കിതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ബണ്ണിൻ്റെ പീസ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പം ഇതൊരു പെർഫെക്റ്റ് ബർഗർ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പ്രീഹീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചീസൊക്കെ നല്ലതോടൊന്ന് മെൽറ്റ് ചെയ്ത് ഇറങ്ങി വരും. അല്ലെങ്കിൽ ഒരു പാന് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചീസ് സ്ലൈസ് ഒന്ന് മെൽറ്റായി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ബർഗറാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ന് പറയേണ്ടത് ഇനി ഒന്നും ചേർക്കേണ്ടതില്ല, അത്രയും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇത് ഒരു മീൽ മതി കേട്ടോ. ഈ ഒരു പീസ് കഴിച്ചാൽ ഒരു നേരം വയറ് നിറയും. അപ്പോൾ നല്ലൊരു ഭംഗിക്കും അതുപോലെ കഴിക്കാനുള്ള ഒരു രസത്തിനും വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബർഗർ റെസിപ്പി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ബർഗറിൻ്റെ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കുന്ന അതേ ബർഗറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ ഇതൊക്കെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇന്നത്തെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബർഗർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.